താമസിക്കുന്ന വീട്ടിലെ ഉറങ്ങുന്ന കിടപ്പുമുറി പോലും സ്വന്തമല്ലാത്തൊരവസ്ഥ. അതെത്ര ഭീകരമാണെന്ന് അത് നേരിട്ട് അനുഭവിക്കാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല. എത്ര തന്നെ പറഞ്ഞാലും അതൊരു തമാശ മാത്രമായി തീരും കേൾവിക്കാരന്. പക്ഷേ അത് അനുഭവിക്കുന്നവന് മരണത്തെക്കാൾ വേദനയുള്ള ഒന്നാണ്. പറയുമ്പോൾ വല്ലാതെ കിതയ്ക്കുന്ന ഗൗരിയെ അലിവോടെ നോക്കിയിരുന്നു ഡോക്ടർ അരുന്ധതി. ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയെല്ലാം അതുപോലെ കിട്ടിയൊരു കൊച്ചു പെൺകുട്ടിയാണ് ഗൗരി എന്ന് തോന്നി ഡോക്ടർക്ക്. ഭർത്താവിൻ്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി ഹോസ്പിറ്റലിൽ ആയതാണ് ഗൗരി. അവളുടെ മെലിഞ്ഞു നീണ്ട മനോഹരമായ ഇടം കൈയിലെ വെച്ചുകെട്ടിലേക്ക് പാളി വീണു അരുന്ധതിയുടെ കണ്ണുകൾ. 6 തുന്നിക്കെട്ടുണ്ട് കയ്യിൽ. ധാരാളം രക്തവും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവളിൽ നിന്ന്. കൃത്യസമയത്ത് ഭർത്താവ് കിഷോർ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രം തിരികെ കിട്ടിയതാണ് അവളുടെ ജീവൻ. അവളെ 2 കൈയിലുമായി കോരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അലറിക്കരഞ്ഞ് ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഓടിക്കയറി വന്ന കിഷോറിന്റെ മുഖം മനസ്സിൽ നിറഞ്ഞു ഡോക്ടറുടെ. മരണത്തിന്റെ വക്കിൽ നിന്ന് ഗൗരി തിരികെ ജീവിതത്തിലേക്ക് വന്നിട്ടും കണ്ണുനീരുണങ്ങാത്ത മുഖവുമായി തന്നെ തേടി വന്നവനെ ഓർത്തു ഡോക്ടർ. ഡോക്ടർ, ഗൗരി, അവൾ എനിക്കെൻ്റെ പ്രാണനാണ്. അവളില്ലാത്ത ഭൂമിയിൽ 1 മണിക്കൂർ പോലും ഞാൻ ഉണ്ടാവില്ല ജീവനോടെ. അത്രയ്ക്കും പ്രാണനാണ് ഡോക്ടറെ. കഴിഞ്ഞ 1 മാസത്തോളമായിട്ട് അവൾക്ക് വല്ലാത്ത മാറ്റമാണ് സ്വഭാവത്തിൽ. പഴയ ചിരിയും കളിയും ഒന്നുമില്ല. എന്തിന്, എൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കുക കൂടിയില്ല അവളിപ്പോൾ. അപ്പോൾ തന്നെ ഡോക്ടർക്ക് ഊഹിക്കാലോ ഞങ്ങൾക്കിടയിലെ ശാരീരിക ബന്ധത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. പലപ്പോഴും ഞാൻ മുറിയിലും അവൾ ഹാളിലെ സെറ്റിയിലും ആവും കിടക്കുക. ഇതൊന്നും വീട്ടിലെ ആർക്കും അറിയില്ല, അറിയിച്ചിട്ടില്ല ഞാൻ അവരെ ഒന്നും. എനിക്കെൻ്റെ പഴയ ഗൗരിയെ തിരികെ വേണം ഡോക്ടർ. അവൾക്ക് എന്താണ് പറ്റിയതെന്നും അറിയണം. തെറ്റ് സംഭവിച്ചത് എനിക്കാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഇനി അവൾക്കാണ് തെറ്റുപറ്റിയതെങ്കിൽ അതും എൻ്റെ തെറ്റുകൊണ്ടായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എൻ്റെ തിരക്കുകളിൽ ഞാൻ അവളെ കൂടുതൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാകും. അതും തിരുത്തിക്കോളാം ഞാൻ. എനിക്ക് അവളെ എൻ്റെ പഴയ ഗൗരിയായി തിരികെ കിട്ടിയാൽ മാത്രം മതി ഡോക്ടർ. കള്ളത്തരം ഏതുമില്ലാതെ ഒഴുകുന്ന കണ്ണുനീരിൽ സത്യസന്ധതയുള്ള അപൂർവങ്ങളിൽ അപൂർവനായ ഒരു ചെറുപ്പക്കാരൻ. അതാണ് ഗൗരിയുടെ ഭർത്താവ് കിഷോർ. ഒരു തുറന്നു പറച്ചിലിന് ഗൗരിയും തയ്യാറാണെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് ഡോക്ടർ അരുന്ധതി അവൾക്കരികിലെത്തിയത്, അവളെ കേൾക്കാനായി. താമസിക്കുന്ന വീട്ടിലെ ഉറങ്ങുന്ന കിടപ്പുമുറി പോലും സ്വന്തമല്ലെന്ന ഗൗരിയുടെ വാക്കുകളിൽ ഉടക്കി നിന്നു ഡോക്ടർ അരുന്ധതിയുടെ മനസ്സ്. എന്തുണ്ടെങ്കിലും തുറന്നു പറഞ്ഞോളൂ ഗൗരി. എന്നോട് പറയുന്ന ഒരു കാര്യവും ഗൗരിക്ക് നാളെ ദോഷമായി വരില്ല. വിശ്വസിക്കാം. നിനക്ക് എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ. ഏതെങ്കിലും തരത്തിൽ ഗൗരിയെ വേദനിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന ഒരുവനാണോ ഗൗരിയുടെ ഭർത്താവ് കിഷോർ? ഡോക്ടറുടെ ചോദ്യത്തിൽ അവരെ മിഴിച്ചു നോക്കി ഗൗരി. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് പെട്ടെന്നാണ്. ഡോക്ടർക്കറിയോ ഞാൻ എന്തിനാ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതെന്ന്? ഇല്ലല്ലോ. എനിക്കെൻ്റെ കിഷോറേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ഡോക്ടറെ ഞാൻ മരണത്തിൻ്റെ വക്കിലെത്തിയിട്ടും തിരിച്ചു വന്നത്. ഞാൻ തിരികെ ജീവനോടെ വന്നതുകൊണ്ട് മാത്രം ചിലപ്പോഴിനി കൂടുതൽ തകരും കിഷോറേട്ടൻ, തളരും, പാവം. തനിക്ക് മുന്നിൽ നിന്ന് പറയുന്നവളുടെ വാക്കുകളിൽ പകച്ചവളെ നോക്കി അരുന്ധതി. എനിക്ക് കാര്യം മനസ്സിലായില്ല കുട്ടി. കാര്യം ശരിക്കും പറയൂ. എന്തിനാണ് കിഷോർ തകരുന്നതും തളരുന്നതും? അതിനു മാത്രം എന്തു പ്രശ്നമാണ് അവനുള്ളത്? ആകാംക്ഷ നിറഞ്ഞു അരുന്ധതിയിൽ. അമ്മയെപ്പോലെ കരുതി കിഷോറേട്ടൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന കിഷോറേട്ടൻ്റെ ഏട്ടത്തിയമ്മ കിഷോറേട്ടനെ കാണുന്നത് ഭർത്തൃ സഹോദരനായിട്ടല്ല, മറിച്ച് അവരുടെ പുരുഷനായിട്ടാണെന്ന് കിഷോറേട്ടൻ അറിഞ്ഞാൽ. ഗൗരിയുടെ ചോദ്യത്തിൽ പകച്ചുപോയത് ഡോക്ടർ അരുന്ധതി മാത്രമല്ല, അവരുടെ സംസാരം ആ റൂമിന് വെളിയിൽ നിന്ന് കേട്ടിരുന്ന കിഷോർ കൂടിയാണ്. തനിക്കേറെ പ്രിയപ്പെട്ടവളുടെ മാറ്റത്തിന് കാരണം എന്താണെന്ന് അറിഞ്ഞേ തീരുകയുള്ളൂ എന്ന് വാശിയിൽ അവിടെ ആരും അറിയാതെ നിന്നതാണവൻ. ഗൗരിയുടെ വാക്കുകൾ ഡോക്ടറിൽ ഞെട്ടലായി തീർന്നപ്പോൾ ആദ്യമായി ഗൗരിയോട് വല്ലാത്ത ദേഷ്യവും പകയും തോന്നി കിഷോറിന്. തൻ്റെ 18ാമത്തെ വയസ്സിൽ അമ്മയില്ലാത്ത തനിക്കൊരു അമ്മയായി ഏട്ടൻ്റെ കൈപിടിച്ച് വീട്ടിലെത്തിയതാണ് തൻ്റെ ഏട്ടത്തിയമ്മ. ഏട്ടത്തിയമ്മയെന്ന് വിളിക്കുമെങ്കിലും മനസ്സിലവർ അമ്മ തന്നെയാണ്. അനിയനായിട്ടല്ല, മകനായിട്ട് തന്നെയാണ് ഏട്ടത്തിയമ്മ കാണുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. വയ്യാതെയാകുമ്പോൾ രാത്രിയോ പകലോ ഭേദമില്ലാതെ കൂട്ടിരുന്നിട്ടുണ്ട്. തന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ തൻ്റെ ഭാര്യ ഗൗരിയെയും ഇഷ്ടപ്പെടുന്നുണ്ടവർ. അവരെപ്പറ്റിയാണിവൾ ഇത്രയും അധപ്പതിച്ച് സംസാരിക്കുന്നത്. ഇവൾ ഇത്രയും ഒരു മോശ സ്ത്രീയാണോ? ബന്ധങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവൾ? തങ്ങളുടെ ബന്ധം മോശമാണെന്ന് കരുതിയാണോ ഇവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്? വെറുപ്പ് തോന്നി കിഷോറിന് അവളോട് അങ്ങേയറ്റം. ഇനിയും ഒന്നവൾ പറയുന്നത് കേൾക്കണ്ട എന്നതുപോലെ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചവൻ. കാര്യം വ്യക്തമാക്കി പറയൂ ഗൗരി. കിഷോറിൻ്റെ ഏട്ടത്തിയമ്മ അത്രയും തരം താഴ്ന്നൊരു സ്ത്രീയാണെന്ന് ഗൗരിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? തോന്നലല്ല ഡോക്ടർ, സത്യമാണ്. കിഷോറേട്ടനിൽ അവർ തിരയുന്നതൊരു കാമുകനെയോ ഭർത്താവിനെയോ ഒക്കെയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും
അവരെപ്പോഴും ഞങ്ങളുടെ ബെഡ്റൂമിൽ വരും. ആ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കിഷോറേട്ടൻ്റെ ഗന്ധമാണെന്ന് പറഞ്ഞ് ആഞ്ഞ് ശ്വാസം എടുക്കും. ഞങ്ങളുടെ കിടക്കയിൽ കിഷോറേട്ടൻ കിടക്കുന്ന ഭാഗത്ത് കയറി കിടന്ന് ആ തലയണ നെഞ്ചോട് അമർത്തി പിടിക്കുക, കിഷോറേട്ടനോട് എന്ന പോലെ ആ തലയണയോട് കൊഞ്ചി സംസാരിക്കുക, കിഷോറേട്ടൻ്റെ വിയർപ്പ് പറ്റിയ വസ്ത്രങ്ങൾ ആരും അറിയാതെ എടുത്തുകൊണ്ട് പോവുക, അടിവസ്ത്രം ഉൾപ്പെടെ. അങ്ങനെ എണ്ണി എണ്ണി പറയാൻ ഒരുപാടുണ്ട് ഡോക്ടർ. ഗൗരിയുടെ സംസാരത്തിന് മറുപടി ഏതും പറയാതെ അവളെ നോക്കിയിരുന്നു ഡോക്ടർ. അവൾക്ക് ഇനിയുമേറെ പറയാനുണ്ടെന്നറിഞ്ഞു തന്നെ ഡോക്ടറോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒരു ജാള്യതയോടെ വീണ്ടും പറഞ്ഞു തുടങ്ങി അവൾ. ഗൗരിക്ക് എന്തും പറയാം, പറഞ്ഞോളൂ. അത് ഞാൻ പഠിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ പഠനം തീരുവോളം കുട്ടികൾ ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ. അതിനായി കോണ്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതും. ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ കിഷോറേട്ടൻ പുലർച്ചെ ജോഗിങ്ങിന് പോയപ്പോൾ ഏട്ടത്തേമ്മ ഞങ്ങളുടെ മുറിയിൽ കയറി. അവർക്ക് പിന്നാലെ വന്ന് ഞാൻ കാണുന്നത് സേഫിൽ ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പാക്കറ്റ് എടുക്കുന്നതിൽ ഇനി എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുന്ന അവരെയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഞാൻ ചെന്നതും അവരെന്നോട് പറഞ്ഞു, എന്താണെന്നറിയോ ഡോക്ടർക്ക്? ഓരോ ദിവസം അതുപയോഗിച്ച് ഞങ്ങൾ തടഞ്ഞു നിർത്തുന്നത് തടസ്സങ്ങൾ ഏതുമില്ലാതെ കിഷോറേട്ടനിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ സമ്മതമാണ് അവർക്കെന്ന്. ഓരോ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്ന ആ മുറിയിൽ പലപ്പോഴും മനസ്സുകൊണ്ടവർ കിഷോറേട്ടനോടൊപ്പം കഴിയാറുണ്ടെന്ന്. അതിലുമപ്പുറം ഏട്ടൻ്റെ കൂടെ കിടക്കുമ്പോൾ പോലും മനസ്സിൽ അവർ സങ്കല്പിക്കുക, അവരെക്കാൾ ഏട്ടനോടൊപ്പമല്ല കിഷോറേട്ടനോടൊപ്പമാണ്. എൻ്റെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ ഡോക്ടർ ചിന്തിച്ചു നോക്കൂ കാര്യങ്ങൾ. അവരെ ഭയന്ന് ഞാനിപ്പോൾ കിഷോറേട്ടനോടൊപ്പം അധിക സമയം ചിലവഴിക്കാറില്ല. ഇനിയും പറയാൻ ഏറെ മാറ്റിവെച്ചവൾ പതിയെ ഡോക്ടറെ നോക്കി. ഇത് ഗൗരിക്ക് കിഷോറിനോട് നേരിട്ട് പറഞ്ഞുകൂടെ? എന്തിന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കണം? അതിനാര് ആത്മഹത്യക്ക് ശ്രമിച്ചു ഡോക്ടർ? എന്നെ അവർ കൊല്ലാൻ ശ്രമിച്ചതാണ്. അവർക്കിടയിൽ ഞാനില്ലെങ്കിൽ എന്നെങ്കിലും കിഷോറേട്ടൻ അവരെ തിരിച്ചറിയുമെന്ന് പറഞ്ഞ് അവർ ചെയ്തതാണ്. എൻ്റെ ബ്ലഡ് റിസൾട്ട് ശരിക്കും നോക്കിയാൽ ഡോക്ടർക്ക് അതിൽ കാണാൻ കഴിയും. എന്നെ മയക്കി കിടത്താൻ അവർ ഉപയോഗിച്ച മരുന്നിൻ്റെ സാന്നിധ്യം. ഗൗരി നേർത്ത വിഷാദച്ചിരിയോടെ പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതിരുന്നു ഡോക്ടർ അരുന്ധതി. പിറ്റേ ദിവസത്തെ വാർത്തകളിലും ചാനൽ ചർച്ചയിലും ഭർത്തൃ സഹോദരനോട് ഏട്ടത്തിയമ്മയ്ക്ക് തോന്നിയ പ്രണയവും സഹോദര ഭാര്യയെ അതിനുവേണ്ടി അവർ കൊല്ലാൻ നോക്കിയതുമെല്ലാം ചർച്ചയായി തീരുമ്പോൾ മനസ്സിലൊരായിരം വട്ടം ഗൗരിയെ മനസ്സിലാക്കാതെ പോയതിന് സ്വയം പഴിച്ചവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് കിഷോറെങ്കിൽ കൂടെയുള്ള ഭാര്യയുടെ തനിനിറം മനസ്സിലാക്കാൻ തന്നെയും പോലീസിനെയും സഹായിച്ച ഡോക്ടർ അരുന്ധതിയോട് നന്ദി പറയുകയായിരുന്നു അവൻ്റെ ഏട്ടൻ കിരൺ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.